വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ വരുന്നത് കരിഷ്മ റോസാണ്. കരിഷ്മ റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ തീക്കട്ട പോലെ വരുന്നൊരു റോസാണ്. നമുക്ക് കൂടുതലും ബഡ്ഡിങ് റോസുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതും നാടൻ റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ്. നമ്മുടെ വലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയായിരിക്കും, ഒരുപാട് പേരുടെ കയ്യിലും ഈ ഒരു റോസ് ഉണ്ടാവും. കൂടുതലും ബഡ്ഡിങ് ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. നമുക്കും കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്രാവശ്യം 15 പ്ലാന്റ്സ് മാത്രമേ ഓൺ റൂട്ടഡ് കിട്ടിയിട്ടുള്ളൂ. അതായത് നമ്മുടെ കോംബോയ്ക്ക് വേണ്ടിയിട്ട് 15 വലിയ പ്ലാന്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് കിട്ടാൻ തന്നെ പാടാണ്. കൂടുതലായിട്ട് നമുക്ക് ബഡ്ഡിങ് റോസ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി അവൈലബിൾ ഉള്ള റോസാണ് കേട്ടോ കരിഷ്മ. പക്ഷേ ഓൺ റൂട്ടഡിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സുലഭമായിട്ട് ലഭിക്കുന്നൊരു ടൈപ്പല്ല. ഇപ്രാവശ്യം നമുക്ക് സിംഗിളായിട്ട് കൊടുക്കാനുള്ള റോസിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. 15 പ്ലാന്റ്സ് കൂടിപ്പോയ ഒരു 20 പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. സിംഗിളായിട്ടായാലും കൊടുക്കാനായിട്ടൊരു 5 പ്ലാന്റ്സ് അടുപ്പിച്ചേ വരുള്ളൂ. നമ്മുടെ കോംബോ 15 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ഇടാം കേട്ടോ. അതായത് ഇനി റീസ്റ്റോക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ട് ഞാൻ ഒരു മെസ്സേജോ എന്തെങ്കിലും ഇട്ടേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർക്ക് പ്ലാൻസ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തരും. ഇപ്പോൾ നിലവിൽ 15 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് വന്നേക്കുന്ന പേർഷ്യൻ വൈറ്റ് ആണ്. കമ്മൽ റോസാണ്. വൈറ്റ് കമ്മൽ റോസാണ്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത്. ഇങ്ങനെ ബഞ്ചായിട്ടും വരാറുണ്ട്, സിംഗിളായിട്ടും ഫ്ലവറിങ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നട്ടു കൊടുക്കുമ്പോൾ ഇച്ചിരി പരന്ന ചെടിച്ചട്ടിലൊക്കെ നട്ടു കൊടുക്കുക. അതായത് തീരെ വായുവട്ടം ഇല്ലാത്ത കുഞ്ഞു ചെടിച്ചട്ടിലൊക്കെ വെക്കുന്നതിനേക്കാളും ഒത്തിരി നല്ലത് ഇച്ചിരി വലിയ പോട്ടിലൊക്കെ ഒരു 60-70 രൂപയുടെ ചട്ടിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഇങ്ങനെ പടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമ്പിംഗ് അല്ല, നമ്മൾ വെക്കുന്ന പോട്ടിനനുസരിച്ചിട്ട് അതിൻ്റെ വായുവട്ടം അനുസരിച്ചിട്ട് ഇത് പടർന്ന് നിന്ന് പൂക്കുന്ന ഒരു ടൈപ്പ് റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈറ്റാണ്, പ്യുവർ വൈറ്റാണ്, അടിപൊളിയായിട്ടുള്ള റോസാണ്. ഇതും നമുക്ക് കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തൈകൾ തന്നെയാണ് കേട്ടോ. ഓൺ റൂട്ടഡ് ആണ് വരുന്നത്. കാരണം ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓൺ റൂട്ടഡിൻ്റെ റോസിൻ്റെ കോംബോസ് ഇടണമെന്നായിരുന്നു. അവർക്കൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിനുള്ള കൊറിയർ ചാർജും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഈ ഒരു കോംബോ വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഓൺ റൂട്ടഡ് റോസ് ആകുമ്പോൾ അവർക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് മേടിക്കുകയും ചെയ്യാം. നമുക്കത് പിടിപ്പിച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് റെഡ് ബട്ടൺ റോസാണ് കേട്ടോ. ബട്ടൺ റോസ് അറിയാമായിരിക്കും. കൂടുതലായിട്ട് നമ്മുടെ ഹാരത്തിലൊക്കെ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് റോസസാണ് വരുന്നത്. അതിലൊരെണ്ണമാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ മൊട്ടും ഇലയും എല്ലാം ഒരു പ്രത്യേകതരം ഭംഗിയിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ മാർഗോ കോസ്റ്റർ റോസ് പോലെ തീരെ മൊട്ടല്ല, എന്നാൽ ഫുള്ളായിട്ട് വിരിയല്ല. അത് ഇതുപോലെ ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത്. ഇതുപോലെയൊക്കെ പകുതി അടഞ്ഞും മുഴുവനായിട്ട് വിരിയുക എന്നുള്ളത് വളരെ ചാൻസ് കുറവാണ്. ഇങ്ങനെ ആയിരിക്കും എപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ മൊട്ടുകളുണ്ടോ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ തണ്ടും എല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡിലൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ കോംബോയിൽ മൂന്നാമതായിട്ട് വന്നേക്കുന്ന റെഡ് ബട്ടൺ റോസാണ്, ഓൺ റൂട്ടഡ് റോസാണ്. പിന്നെ നാലാമതായിട്ട് പിങ്ക് നാടൻ റോസാണ്. പിങ്ക് നാടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പിലായിരിക്കും ഫ്ലവറിങ് ആവുക. ഒരെണ്ണം ഇതുപോലെ ആയിരിക്കും, ഒരു വൈറ്റ് ഷെയ്ഡൂടെ കയറി വരും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഇതിപ്പോൾ ഓരോ ചെടിയിലുണ്ടാകുന്ന ഓരോ ഫ്ലവറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഫുള്ളായിട്ട് മാറും. ഇപ്പോൾ ഫസ്റ്റ് വിരിയുന്ന സമയത്ത് ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് മജന്ത ഷെയ്ഡിലായിരിക്കും ഫസ്റ്റ് വിരിയുന്ന ദിവസം ഉണ്ടാവുക. ഇപ്പം വെയിലായതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്കത് കാണിക്കാൻ പറ്റാത്ത കേട്ടോ. പിന്നെ വിരിഞ്ഞ് കൊഴിയാറൊക്കെ ആവുന്ന സമയത്ത് ഫുള്ളായിട്ടത് മജന്ത ഷെയ്ഡിലോട്ട് ചേഞ്ച് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിരിയുമ്പോൾ ഒരു 3-4 ഫ്ലവറൊക്കെ ആകുമ്പോഴത്തേക്കുള്ള ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയുന്ന പൂക്കളൊരു കളറും ലാസ്റ്റ് കൊഴിയാറായത് ഒരു കളറും ആയിരിക്കും. പിന്നെ അഞ്ചാമതായിട്ട് വരുന്നത് യെല്ലോ മിനിയേച്ചറാണ്. അതും നമുക്ക് കറക്റ്റ് ഫ്ലവറിങ് എന്താണെന്ന് പറയാൻ പറ്റില്ല. സെൻറ്റർ പോർഷൻ നല്ല ഡാർക്ക് യെല്ലോ വരും, ചുറ്റിനും വൈറ്റ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഫുള്ള് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ കയറി വരും. ഇതിങ്ങനെ വരും. അത് കഴിഞ്ഞ് കൊഴിയാൻ നേരം ഇത് വൈറ്റിലോട്ട് പോകും. ഫുള്ള് വൈറ്റ് കളറാവും. ചിലപ്പോൾ വിരിയുന്ന സമയത്ത് യെല്ലോ ഷെയ്ഡ് കുറവായിരിക്കും.
കൂടുതലും വൈറ്റായിട്ട് വരും. വൈറ്റ് യെല്ലോ ക്രീ എന്നൊക്കെ ഈ റോസിന് പറയാറുണ്ട്. അപ്പോൾ ഒരു പൂവിൽ ഒരു ചെടിയിലുള്ള ഫ്ലവർ ഇങ്ങനെ പല ഇതായിട്ടായിരിക്കും കാണുന്നത്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇതെങ്ങനെയായിരിക്കും ഫ്ലവറിങ് ആവുക. ചിലപ്പോൾ ഫുൾ യെല്ലോ ആവാം, ചിലപ്പോൾ ഫുള്ളൊരു വൈറ്റ് ആവാം. രണ്ടും കൂടെ മിക്സിങ് ആയിട്ടും ഈ ഒരു റോസ് വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഏതാണ് ഫ്ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. പിന്നെ നമ്മുടെ കൊറിയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, നമ്മൾ 15 വർക്കിംഗ് ഡേയ്സിലായിരിക്കും അയക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊറിയർ നമ്മൾ അയക്കുന്നില്ല. അതുകൊണ്ട് ഈ 15 ദിവസത്തിലെ വെള്ളി, ശനി, ഞായർ നമ്മൾ കൂട്ടത്തില്ല. അല്ലാതെ വരുന്ന 15 ദിവസം ആയിരിക്കും നമ്മുടെ കൊറിയർ അയക്കുന്ന ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഹോളിഡേയ്സ് വരാറുണ്ട്. അതായത് DTDC വർക്കിംഗ് അല്ലാത്ത ദിവസമുണ്ട്. അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.